Dear children, now we are going to discuss an important document of company, that is the Articles of Association. It is the second important document of a company. ഒരു കമ്പനിയുടെ important document ആണ് Articles of Association. So what do you mean by Articles of Association? It is a document containing the rules and regulations framed by the company for its internal management. The articles contains the rights, responsibilities, powers and duties of members and directors of the company. Every company must have its own articles. However, a public company limited by shares can adopt Table A instead of Articles of Association. ഓക്കെ, അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ്. ഇതിൽ കമ്പനി ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കാണിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇൻഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കമ്പനിക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം, ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് എന്തായിരിക്കണം, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് നടത്തേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് മാനേജേഴ്സിൻ്റെ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി, ഒരു കമ്പനിയുടെ ഡ്യൂട്ടീസ്, പവേഴ്സ്. അപ്പോൾ ആ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എല്ലാ കമ്പനികൾക്കും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണം. അതേസമയം ഇവിടെ പബ്ലിക് കമ്പനിക്ക് ലിമിറ്റഡ് ബൈ ഷെയർസിന് ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം ലോയിൽ ടേബിൾ എ എന്ന് പറയുന്ന ഫോം അവർക്ക് ഉണ്ടെങ്കിൽ ടേബിൾ എ ആണ് അവർക്ക് ഇൻസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ദി പബ്ലിക് ലിമിറ്റഡ് ബൈ ഷെയർസ് ക്യാൻ അഡോപ്റ്റ് ടേബിൾ എ. അപ്പോൾ ടേബിൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം ആയിട്ടുള്ളത് തന്നെയാണ്, സെയിം ഫോർമാറ്റിലുള്ള അത് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. സോ അപ്പോൾ എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുക, ഇൻറ്റേർണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് മീൻസ് ഇവിടെ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 5. ആർട്ടിക്കിൾസ് മീൻസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് or as altered from time to time or applied in pursuance of any previous company law or of this act. So articles of association ഒറിജിനലി ഫ്രെയിം ചെയ്തതായിരിക്കണം. നമ്മൾ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ അതേ ഡെഫിനേഷൻ തന്നെയാണ്. സോ ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ടൈം ടു ടൈം, അല്ലെ? കമ്പനിക്ക് വേണമെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് ചേഞ്ചസ് നടത്താം. കമ്പനി ലോ പ്രകാരമോ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കമ്പനീസ് ആക്ട് 2013 പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ടൈം ടു ടൈം ചേഞ്ചസ് വരുത്താവുന്നതാണ്. Thus the articles means the articles as originally framed or the articles altered or applied by the company from time to time. ഒറിജിനലി ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. സോ വാട്ട് ആർ ഇറ്റ്സ് കണ്ടൻസ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? നമ്മൾ പറഞ്ഞു കമ്പനിയുടെ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ്, കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിലുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഡെഫിനേഷൻ ഓഫ് ടേംസ് ആൻഡ് ഫ്രേസസ്. ചില ടേംസ്, കമ്പനിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ടേംസ്, അതിൻ്റെ ഡെഫിനേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസസ്, അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്. കമ്പനി ഇൻകോർപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് ആ ഒരു പീരീഡിൽ എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിനെ പറ്റിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കും. ആൻഡ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റൈറ്റ്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതേപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഷെയർസ് അലോട്ട് ചെയ്യേണ്ടത്, കോൾസ് ഓൺ ഷെയർസ് എങ്ങനെയാണ് കോൾ ഫോർ ചെയ്യേണ്ടത്, ആൻഡ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. കമ്പനിയുടെ അൺപെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫോർഫീറ്റ് ചെയ്യുക, അതായത് ക്യാൻസൽ ചെയ്യുക, ഷെയർസ് ക്യാൻസൽ ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൻ്റെ ട്രാൻസ്ഫറബിലിറ്റി, അല്ലെ? ട്രാൻസ്ഫർ ചെയ്യാനുള്ള അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്. ആൻഡ് അനദർ വൺ ലീൻ ഓൺ ഷെയർസ്. ഇപ്പോൾ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ് അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫർ തടയുക എന്നുള്ളതാണ്, മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ തടയുക. ഇതിനെയാണ് ലീൻ ഓൺ ഷെയർസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഷെയർ വാറൻറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയും അതേപോലെ ഫ്യൂച്ചറിൽ നമുക്ക് ഷെയർ പർച്ചേസ് ചെയ്യാൻ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ ഷെയർ വാറൻറ്റ് എന്ന് പറയും. അതായത് ഇത്ര ഷെയർസ് ഇത്ര എമൗണ്ടിന് ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ ചേഞ്ചസ് വരുത്താനുള്ളത്.
ആൻഡ് കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്, കമ്പനിയുടെ ഷെയറിനെ സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക. സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഷെയറിനെയാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുക, സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ. ആൻഡ് ഓൾസോ ഡിവിഡൻറ്റ് റിസർവ്സ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, കമ്പനി ഡിവിഡൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതും അതേപോലെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജീരിയൽ പേഴ്സണൽ, കമ്പനിയുടെ മാനേജീരിയൽ പേഴ്സണലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതിൻ്റെ പ്രൊസീജിയർ. മീറ്റിംഗ്, ഏതൊക്കെ മീറ്റിംഗ് കമ്പനി വിളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, ഏതൊക്കെ മീറ്റിംഗ്സ്, ആ റെഗുലർ ബേസിൽ ഏതൊക്കെ മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും. ബോറോയിങ് പവർ, കമ്പനിക്ക് കടമെടുക്കാൻ എത്രത്തോളം അവിടെ പവർ ഉണ്ട്, ഈ ലിമിറ്റൊക്കെ ഇതിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് എങ്ങനെ നടത്തണം, അക്കൗണ്ട്സ് എങ്ങനെ കീപ്പ് ചെയ്യണം. കോമൺ സീൽ ഓഫ് ദി കമ്പനി, കമ്പനീൻ്റെ സൈൻ ഏതാണ്. വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് പ്രോക്സീസ്, വോട്ടിംഗ് റൈറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ അന്ന് ആബ്സെൻ്റ് ആണെങ്കിൽ അയാൾക്ക് പകരം ഒരാളെ പ്രോക്സി ആയിട്ട് അയാൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും മറ്റൊരാളെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ പ്രോക്സി അതിനെ ബേസ് ചെയ്തിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും. നമുക്ക് വിചാരിക്കുന്ന പോലെ മറ്റൊരാളെ നേരിട്ട് മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാനായിട്ട് കഴിയില്ല. അതിന് ചില ഫോർമാലിറ്റീസും റൂൾസ് ആൻഡ് റെഗുലേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു പ്രോക്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ പരിധിക്കുള്ളിൽ നിന്നായിരിക്കണം. ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി, കമ്പനി എങ്ങനെയാണ് ലിക്വിഡേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഡിസോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. And the articles of company shall also contain such matters as may be prescribed by rules made by central government. അപ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി മേ ഓൾസോ കണ്ടെയ്ൻ സച്ച് അഡീഷണൽ മാറ്റേഴ്സ് ആസ് മേ ബി കൺസിഡേർഡ് നെസസറി ഫോർ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. സോ ആർട്ടിക്കിൾസിൽ ഇതിൽ കൂടുതൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് കഴിയും. അത് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കമ്പനിക്ക് ഓൾട്ടറേഷൻ നടത്താനായിട്ട് ആർട്ടിക്കിൾസിൽ ഓൾട്ടറേഷൻ നടത്താം. ഇതിൽ കൂടുതൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസും ആണ് കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്. അപ്പോൾ അതിൽ പറയാത്തൊരു കാര്യവും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. നെക്സ്റ്റ്, ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓൾട്ടർ ചെയ്യുന്ന അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഓൾട്ടർ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ മെമ്മോറാണ്ടത്തിൻ്റെ അത്രത്തോളം ഒരു റിസ്ക് ഇവിടെ വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അത് ഓൾട്ടർ ചെയ്യുക എന്നുള്ളത് നോക്കാം. സെക്ഷൻ 14 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ലേസ് ഡൗൺ ദ സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് ടു കണ്ടീഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്സ് മെമ്മോറാണ്ടം എ കമ്പനി മേ ബൈ എ സ്പെഷ്യൽ റിസൊല്യൂഷൻ ഓൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾ. സോ കമ്പനിക്ക് ഒരു സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ്സാക്കി കമ്പനിക്ക് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾസിൽ ചേഞ്ചസ് വരുത്താം. എവറി ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾ ഷാൾ ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ ടുഗദർ വിത്ത് എ പ്രിൻറ്റഡ് കോപ്പി ഓഫ് ദി ഓൾട്ടേർഡ് ആർട്ടിക്കിൾസ്. ഓൾട്ടറേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രജിസ്ട്രാറിൻ്റെ കീഴിൽ അത് ഫയൽ ചെയ്തിരിക്കണം. ഓൾട്ടറേഷൻ നടത്തിയ ആർട്ടിക്കിൾസിൻ്റെ പ്രിൻറ്റഡ് കോപ്പി അടക്കം വിത്തിൻ 15 days 15 ദിവസത്തിനുള്ളിൽ ആ റിസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കിയല്ലോ, ആ സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ്സാക്കി ആ 15 ദിവസത്തിനുള്ളിൽ നമ്മളത് ഫയൽ ചെയ്തിരിക്കണം. എനി ഓൾട്ടറേഷൻ ഓഫ് ദി ആർട്ടിക്കിൾസ് സോ രജിസ്റ്റേർഡ് ഷാൾ ബി വാലിഡ് ആസ് ഇഫ് ഇറ്റ് വേർ ഒറിജിനലി ഇൻ ദി ആർട്ടിക്കിൾസ്. അപ്പോൾ ഓൾട്ടറേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ആർട്ടിക്കിൾസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വാലിഡ് ആവും. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോർ ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്. നമ്മൾ പറഞ്ഞു മെമ്മോറാണ്ടത്തിനെ പോലെ തന്നെ അത്രയും റിസ്ക് ഏതിൽ വരുന്നില്ല, ഓൾട്ടറേഷനിൽ വരുന്നില്ല, ആർട്ടിക്കിൾസിൻ്റെ ഓൾട്ടറേഷനിൽ വരുന്നില്ല. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പ്രൊപ്പോസ്ഡ് ഓൾട്ടറേഷൻ ഈസ് ടു ബി പ്ലേസ്ഡ് ബിഫോർ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ അപ്രൂവൽ. ദ ബോർഡ് ഷാൾ ഡിസൈഡ് ദി ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദി ജനറൽ മീറ്റിംഗ്. ഓൾട്ടറേഷൻ നടത്തണം എന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മെമ്പേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിൽ ഒരു പ്രപ്പോസൽ വെക്കണം. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് തീരുമാനിക്കും, ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി, ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റും ടൈമും ബോർഡാണ് തീരുമാനിക്കുന്നത്. അടുത്തത്, ഓൺ ദി അപ്പോയിൻറ്റഡ് ഡേ ദ മീറ്റിംഗ് വിൽ ബി ഹെൽഡ് ടു പാസ് ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നാണ് നമ്മൾ തീരുമാനിച്ച ദിവസം കമ്പനി എന്ത് ചെയ്യണം, ഓൾട്ടറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. വിത്തിൻ 30 days ഓഫ് പാസിംഗ് സച്ച് റെസൊല്യൂഷൻ ഫോം നമ്പർ MGT14 വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീ ഹാസ് ടു ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ എലോങ് വിത്ത് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ, അതായത് ആ ഒരു മാസത്തിനുള്ളിൽ
ഇത് ഒരു ഫോം കൂടി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫോം നമ്പർ MGT 14 എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടായിരിക്കും. അതും അതേപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഫീസും സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ സർട്ടിഫൈഡ് കോപ്പിയും നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. If the alteration is to convert public company into private company, the company within 3 months of passing special resolution should file an application in writing in form number 1B with the regional director of companies concerned for approval. ഇനി ഓൾട്ടറേഷൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് കമ്പനിയിൽ നിന്ന് പ്രൈവറ്റ് കമ്പനിയിലേക്ക് മാറാനാണ് എങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി 3 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോം നമ്പർ 1B ഫില്ല് ചെയ്ത് റീജിയണൽ ഡയറക്ടറിൻ്റെ അപ്രൂവലിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, റീജിയണൽ ഡയറക്ടറിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആഫ്റ്റർ അപ്രൂവൽ റീജിയണൽ ഡയറക്ടർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്രിൻറ്റഡ് കോപ്പി ഓഫ് ആർട്ടിക്കിൾസ് ആസ് ഓൾട്ടേർഡ് ഷാൾ ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദി അപ്രൂവൽ ഓർഡർ. റീജിയണൽ ഡയറക്ടറിൽ നിന്ന് അപ്രൂവൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് വിത്തിൻ 15 days 15 ദിവസത്തിനുള്ളിൽ ആ പ്രിൻറ്റഡ് കോപ്പി നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിരിക്കണം. ഇൻ കേസ് ദ ഷെയർസ് ഓഫ് ദി കമ്പനി ആർ ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആസ് പെർ സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, the company must forward to the exchange the copies of all notice sent to its shareholders. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി ഈ ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ് എങ്കിൽ ഏതൊക്കെ നോട്ടീസാണോ അല്ലെങ്കിൽ ഏതൊക്കെ കോപ്പീസാണോ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുള്ളത് അതേ കോപ്പീസ് തന്നെ നമ്മൾ എവിടേക്കും ഫോർവേഡ് ചെയ്യണം. എക്സ്ചേഞ്ച് എവിടെയാണോ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കും ഇത് ഫോർവേഡ് ചെയ്യണം. Make necessary changes in all the copies of the articles of association of the company lying in the office of the company. Articles of associationൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ഓഫീസിൽ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മറ്റെല്ലാ കോപ്പീസിലും ആ ചേഞ്ചസ് വരുത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ മറ്റെല്ലാ കോപ്പീസിലും ഈ ഓൾട്ടറേഷൻ നടത്തിയതിൻ്റെ മറ്റ് കോപ്പീസിലും ഓൾട്ടറേഷൻ അത് കാണിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നമുക്കറിയാം കമ്പനിയുടെ സുപ്രീം ഡോക്യുമെൻ്റ് ആണ്. മെമ്മോറാണ്ടം ഇല്ലാണ്ട് കമ്പനിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ഇറ്റ് ഈസ് ദ സുപ്രീം ഡോക്യുമെൻറ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സുപ്രീം ഡോക്യുമെൻ്റ് ആണ്. ഇതെന്താ ഡിഫൈൻ ചെയ്യുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കമ്പനി. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഇറ്റ് ഈസ് ദ ചാർട്ടർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ചാർട്ടർ എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സബോർഡിനേറ്റ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇത് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് അല്ലേ, കമ്പനിയുടെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. ഇൻ കേസ് ഓഫ് എനി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ടു. ഇനി മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസിലെ ഡീറ്റെയിൽസും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ കമ്പനി ഏത് തന്നെ ഫോളോ ചെയ്യണം? മെമ്മോറാണ്ടം തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഡിഫറൻസ്, ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ആൻഡ് മെയിൻ ഡോക്യുമെൻ്റ് ഓഫ് ദി കമ്പനി. കമ്പനി നിലനിൽക്കണമെങ്കിൽ പറഞ്ഞു നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വേണം. ആൻഡ് ഇറ്റ് ഈസ് എ സപ്ലിമെൻ്ററി ഡോക്യുമെൻറ്റ്. ഇറ്റ്സ് സബോർഡിനേറ്റ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ഡോക്യുമെൻ്റ് ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത് അല്ലേ. ഇറ്റ് റെഗുലേറ്റ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദി കമ്പനി വിത്ത് ദി ഔട്ട്സൈഡേഴ്സ്. ബട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, അതിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് ആണ് കറക്റ്റായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. സോ ഇറ്റ് റെഗുലേറ്റ് ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഓക്കെ, അനദർ ഡിഫറൻസ്, ഇറ്റ് കനോട്ട് ബി ഈസിലി ഓൾട്ടേർഡ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കനോട്ട് ബി ഈസിലി ഓൾട്ടേർഡ്. MOA നമുക്കൊരിക്കലും പെട്ടെന്ന് ഈസി ആയിട്ട് ഓൾട്ടർ ചെയ്യാനായിട്ട് കഴിയില്ല. എന്താണ് അതിന് കാരണം? അവിടെ ഒരു സ്ട്രിക്റ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരുപാട് ലീഗൽ പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റിലെ രജിസ്റ്റേർഡ് ഓഫീസിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലെ രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിന് പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസിലി ഓൾട്ടേർഡ് കമ്പയർഡ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സോ മെമ്മോറാണ്ടത്തിൻ്റെ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എവിടെയില്ല? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലില്ല. അതുകൊണ്ട് മെമ്മോറാണ്ടത്തിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ഓൾട്ടർ ചെയ്യാം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് ദി പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് കമ്പൽസറി.
കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. മെമ്മോറാണ്ടം ഇല്ലാണ്ട് കമ്പനിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്ത് എല്ലാ മെമ്പേഴ്സും സൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞു. പബ്ലിക് ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ അവിടെ കമ്പനിക്ക് ആർട്ടിക്കിൾസ് വേണമെന്നില്ല. അതിന് പകരം മറ്റൊരു ഒന്നുണ്ട്, ടേബിൾ എ ഫില്ല് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ചില കമ്പനികൾക്ക് അത് കമ്പൽസറി അല്ല. ഓക്കെ, any act which is ultra vires the memorandum is wholly void and cannot be ratified even by the whole body of shareholders. മെമ്മോറാണ്ടത്തിന് അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബിയോണ്ട് ദി പവർ. മെമ്മോറാണ്ടത്തിന് പുറമേ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അത് ടോട്ടലി വോയിഡ് ആയിരിക്കും. ടോട്ടലി വോയിഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു നിയമസാധുത ഉണ്ടായിരിക്കില്ല. ഓക്കെ, വോയിഡായിട്ട് മാറും. കനോട്ട് ബി റാറ്റിഫൈഡ്, നമുക്കത് തിരുത്താൻ കഴിയില്ല. അത് വാലിഡ് ആക്കാൻ നോക്കിയാലും അത് വോയിഡായിട്ട് തന്നെ നിലനിൽക്കും. ബട്ട് എനി ആക്ട് വിച്ച് ഈസ് അൾട്രാ വയേഴ്സ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മേ ബി റാറ്റിഫൈഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ആക്ട്സ് അൾട്രാ വയേഴ്സ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ മിയർലി ഇറഗുലർ ആൻഡ് നോട്ട് വോയിഡ്. സോ നമ്മളിനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കേസ് എടുക്കാം. അത് അൾട്രാ വയേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആർട്ടിക്കിൾസിൽ പറയാത്തൊരു കാര്യം, ബിയോണ്ട് ദി പവർ, ആർട്ടിക്കിൾസിൻ്റെ പവറിന് മുകളിൽ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു റിസൊല്യൂഷൻ പാസ്സാക്കി അത് റാറ്റിഫൈ ചെയ്യാം. വോയിഡ് ആയത് അതെന്താക്കി മാറ്റാം, ലീഗലായിട്ടുള്ളൊരു ഡിസിഷനായിട്ട് മാറ്റാം. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ഓർ കമ്പാരിസൺ ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എഴുതിയെടുത്ത് പഠിക്കുക. കമ്പനി റെഗുലേഷനിൽ വരുന്ന, കോർപ്പറേറ്റ് റെഗുലേഷനിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഇത്. 3 മാർക്കിന് ചോദിക്കാം, 6 മാർക്കിനും ചോദിക്കാം. സോ വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്? ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ നിയമം എന്നുള്ളത് തന്നെയാണ്, ലോ എന്നുള്ള ബേസിൽ തന്നെയാണ്. പ്രിൻസിപ്പിൾ, ഡോക്ട്രിൻ്റെ മീനിങ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് അൾട്രാ വയേഴ്സ് എന്താണ്? അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അൾട്രാ മീൻസ് ബിയോണ്ട്, വയേഴ്സ് മീൻസ് പവർ, പരിധിക്ക് പുറത്ത് എന്നുള്ള മീനിങ് ആണ് ഈ അൾട്രാ വയേഴ്സിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ പരിധിക്ക് പുറത്ത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പരിധിക്ക് പുറത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഒരു ബൗണ്ടറിയോട് വെച്ചിട്ടുണ്ട്, അത് ആ ബൗണ്ടറി കടന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസിനെയാണ് നമ്മൾ അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. സോ ഡോക്ട്രിൻ്റെ മീനിങ് എന്താണ്? ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് അൾട്രാ വയേഴ്സ്. എന്താണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പരിധി കടന്ന് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ എന്താണ് അത് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്നുള്ളത് നോക്കാം. അൾട്രാ മീൻസ് ബിയോണ്ട് ആൻഡ് വയേഴ്സ് മീൻസ് പവേഴ്സ്. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ ടേം അൾട്രാ വയേഴ്സ് എ കമ്പനി മീൻസ് ദാറ്റ് ദ ഡൂയിങ് ഓഫ് ദി ആക്ട്, കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റി ഈസ് ബിയോണ്ട് ദ ലീഗൽ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ അതോറിറ്റിക്ക് പുറമെ നിന്ന്, ബിയോണ്ട് ദി പവർ, ആ പവറിന് പുറമെ നിന്നുകൊണ്ട് കമ്പനി എന്തെങ്കിലും ആക്ട് ചെയ്യുന്നതിനെയാണ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. The doctrine of ultra vires is important in defining the limits of the powers conferred on the company by its memorandum of association. Okay, company memorandum of association പറഞ്ഞിട്ടുള്ള ലിമിറ്റ്, പറഞ്ഞിട്ടുള്ള പവേഴ്സ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. If a company engages in any activity or enters into any contract which is ultra vires, outside the power, അല്ലേ, the memorandum or act, it will be null and void so far as the company is concerned, and it cannot be subsequently ratified or validated even if all the shareholders give their consent. Okay, അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് കമ്പനിയുടെ അധികാര പരിധിക്ക് പുറമേ നിന്നുകൊണ്ട് മെമ്പേഴ്സ് അതിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ ആക്ടിവിറ്റീസിന് ഒരിക്കലും നമുക്ക് വാലിഡായിട്ട് കാണിക്കാൻ കഴിയില്ല. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള സപ്പോർട്ടും അവിടെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ കമ്പനി ഇനിയിപ്പോൾ ഈവൻ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും വില്ലിങ് ആണെങ്കിൽ പോലും മെമ്മോറാണ്ടത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട്, മെമ്മോറാണ്ടത്തിൻ്റെ അധികാര പരിധിക്ക് പുറമേ നിന്നുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കോൺട്രാക്റ്റിലോ ആക്ടിവിറ്റീസിലോ എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിനൊരു തരത്തിലുള്ള നിയമസാധ്യതയും ആര് തരില്ല? കോടതി നമുക്ക് തരില്ല. ആൻഡ് ഇഫക്ട്സ് ഓഫ് അൾട്രാ വയേഴ്സ്. എന്താണ് അൾട്രാ വയേഴ്സിൻ്റെ കോൺസിക്വൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻജങ്ഷൻ ഓർഡർ കൊണ്ടുവരിക. Whenever a company goes beyond the scope of the object clause, any of its members can get an injunction from the court to restrain the company from undertaking the Ultra Vires Act. ഇപ്പോൾ കമ്പനി
ഈ മെമ്പേഴ്സ് ഏതെങ്കിലും തരത്തിൽ മെമ്മോറാണ്ടത്തിൻ്റെ പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ട് ഒബ്ജക്റ്റ് ക്ലോസിൽ ചേഞ്ചസ് വരുത്താൻ നോക്കുകയാണെങ്കിൽ, കമ്പനീൻ്റെ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റ് ക്ലോസിൻ്റെ പരിധിക്ക് പുറമെ നിന്നുകൊണ്ട് കമ്പനി എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ കയറുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പേഴ്സിന് ഇൻജങ്ഷൻ വാങ്ങിക്കൊടുക്കാനായിട്ട് കഴിയും. കോർട്ടിൽ നിന്ന് ഇൻജങ്ഷൻ വരാം. ഇതുവരെ നടത്തി വെച്ചിരിക്കുന്ന കോൺട്രാക്റ്റുകൾ നിർത്തിവെക്കാനും അതിനൊരു നിയമസാധ്യത ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് ഉള്ള ഇൻജങ്ഷൻ ഓർഡർ കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദി സെക്കൻഡ് വൺ, പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. ഇഫ് ദി ട്രാൻസാക്ഷൻ ഈസ് അൾട്രാ വയേഴ്സ്, ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ആക്ടിവിറ്റി അൾട്രാ വയേഴ്സ് ആണെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് ഇഫ് ദി ഫണ്ട് ഓഫ് ദി കമ്പനി ആർ മിസ് അപ്ലൈഡ്, ഇപ്പോൾ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ഫണ്ടെല്ലാം നമ്മൾ മിസ് അപ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ, ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ, കമ്പനി എന്തായാലും ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, മെമ്പേഴ്സ് ആയിരിക്കും അത് ദുരുപയോഗം ചെയ്യുക അല്ലേ, ദ ഡയറക്ടേഴ്സ് വിൽ ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ. അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ ആ ഒബ്ജക്റ്റ് ക്ലോസിനും കമ്പനീൻ്റെ മെമ്മോറാണ്ടത്തിൻ്റെ ബിയോണ്ട് ദി പവറിലാണ് അത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കമ്പനിയിലെ മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ് തന്നെ അത് പേഴ്സണലി ലയബിൾ ആയിരിക്കും. ദെൻ അൾട്രാ വയേഴ്സ് കോൺട്രാക്ട്സ്. എനി കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ കമ്പനി വിച്ച് ആർ അൾട്രാ വയേഴ്സ്. കമ്പനി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടത്തിൻ്റെ പരിധിക്ക് പുറത്ത് നിന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പറയാത്ത കാര്യങ്ങളാണ് കമ്പനി ചെയ്യുന്നത് എങ്കിൽ ആർ വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ലീഗലായിട്ട് ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടില്ല, അത് ഇൻവാലിഡ് ആയിട്ട് മാറും. ഇൻവാലിഡ് എന്നുള്ളതാണ് വോയിഡിൻ്റെ മീനിങ്. ഓക്കെ, ആൻഡ് അൺഎൻഫോഴ്സിബിൾ. അൺഎൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലീഗലി അതിന് ഒരു തരത്തിലുള്ള സാധ്യതയും ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് എനി പ്രോപ്പർട്ടി അക്വേർഡ് അൾട്രാ വയേഴ്സ്. ഇനി കമ്പനി എന്ത് ചെയ്യാണ്? ഈ പറയുന്ന അൾട്രാ വയേഴ്സ് പവർ യൂസ് ചെയ്തുകൊണ്ട് കമ്പനി ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാണ്, അക്വയർ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അതായത് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വിട്ടുകൊണ്ട് കമ്പനി ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു എങ്കിൽ, ഇഫ് എ കമ്പനി അക്യൂസ് എനി പ്രോപ്പർട്ടി അണ്ടർ ആൻ അൾട്രാ വയേഴ്സ് ട്രാൻസാക്ഷൻ, ഒരു അൾട്രാ വയർ ട്രാൻസാക്ഷൻ വഴി ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക, ഇറ്റ് ഹാസ് ദ റൈറ്റ് ടു ഹോൾഡ് ദി പ്രോപ്പർട്ടി ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് എഗെയിൻസ്റ്റ് ഡാമേജ് ബൈ അതർ പേഴ്സൺ. ഇതിനെ, ഈ ഒരു പ്രോപ്പർട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് ഹോൾഡ് ചെയ്യാനുമുള്ള ഒരു പവർ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് മറ്റുള്ള ആരാണോ ഈ ഒരു അൾട്രാ വയേഴ്സ് കാണിക്കുന്ന അവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഓക്കെ, ആൻഡ് അൾട്രാ വയേഴ്സ് ടോട്ട്സ്. ടോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ തെറ്റായ ആക്ടിവിറ്റീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ അധികാരത്തിലേക്ക് കടന്നു കയറുക എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ്. എ കമ്പനി ഈസ് നോട്ട് ലയബിൾ ഫോർ ടോട്ട്സ് കമ്മിറ്റഡ് ബൈ ഇറ്റ്സ് ഏജൻറ്റ്സ് ഓർ എംപ്ലോയീസ് ഇൻ ദി കോഴ്സ് ഓഫ് അൾട്രാ വയേഴ്സ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഏജൻറ്റ്, കമ്പനി ഏജൻറ്റ് അതല്ലെങ്കിൽ എംപ്ലോയീസ് അൾട്രാ വയേഴ്സ് ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ കമ്പനീൻ്റെ അധികാരം ഇവർ യൂസ് ചെയ്യുകയാണ് അല്ലേ, ഏജൻറ്റ് കടന്നു കയറുകയാണ്. അപ്പോൾ അവരത് യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി ഒരിക്കലും അതിലെന്താവില്ല, ലയബിൾ ആവില്ല. അവിടെ ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സിൻ്റെ കോൺസിക്വൻസ് ആര് ഫേസ് ചെയ്യേണ്ടി വരും? ഈ മെമ്പേഴ്സ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അനദർ ടേം, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കമ്പനിയെ പറ്റിയൊരു നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഔട്ട്സൈഡറാണ് കമ്പനിയുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് നോളജ് ആർക്കുണ്ടായിരിക്കണം? ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ഔട്ട്സൈഡർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് നിയമം അറിയില്ല, ഇതിനെപ്പറ്റി കമ്പനിയെ പറ്റി അറിയില്ലായിരുന്നു എന്ന് അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ലോയിൽ പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും അയാളത് വായിച്ചിരിക്കണം. അതല്ലെങ്കിൽ അത് വായിച്ചതായിട്ട് കണക്കാക്കും. അയാളത് വായിച്ചിട്ടില്ലെങ്കിലും, വെദർ ഇറ്റ് ഈസ് റീഡ് ഓർ നോട്ട്, അയാൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് വന്നാൽ അയാൾക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൈമലർത്താനായിട്ട് പറ്റില്ല. എന്ത് ചെയ്യേണ്ടി വരും? ആ ലോയിൻ്റെ കണ്ണിൽ അതെന്താണ്, ഇയാളത് റീഡ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് തീരുമാനിക്കുക. അപ്പോൾ അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. ഫുൾ നോളജ് ഉണ്ടായിരിക്കണം. കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും പറയുന്ന കാര്യങ്ങൾക്ക് അയാൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, under the doctrine of constructive notice, every person dealing or proposing to enter into a contract with the company is deemed to have constructive notice of the contents of memorandum and articles. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസും മെമ്മോറാണ്ടവും അയാൾക്ക് അറിയാം എന്ന്
ലോയിൽ പറയുന്നുണ്ട്, അയാൾക്കത് റീഡ് ചെയ്തിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നതിനെയാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് വിളിക്കുന്നത്. വെദർ ഹി ആക്ച്വലി റീഡ്സ് ദം ഓർ നോട്ട്, ഇനി അത് അയാൾ വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വായിച്ചാലും വായിച്ചിട്ടില്ലെങ്കിലും ഇറ്റ് ഈസ് പെർസ്യൂംഡ്, അങ്ങനെ കരുതുമെന്ന് തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഹി ഹാസ് റീഡ് ദീസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഹാസ് അസർട്ടൈൻഡ് ദ എക്സാക്റ്റ് പവർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പവർ എന്താണ്, കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇയാൾക്കറിയാം എന്നുള്ളത് കോടതി അസ്യൂം ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നിയമം അറിയില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. Okay, the extent to which these powers have been delegated to the directors and limitation of such powers. കമ്പനിയുടെ പവർ എന്താണ്, ഓരോ ഡയറക്ടേഴ്സിനും ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള പവർ എന്താണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാ കാര്യങ്ങളും ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്ക് അറിഞ്ഞിരിക്കണം. സച്ച് നോളജ്, ആ നോളജിനെ വിളിക്കുന്ന പേരാണ്, ആ നോട്ടീസിന് വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. അപ്പോൾ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രിൻസിപ്പിൾ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടത്തിനെയും ആർട്ടിക്കിൾസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഫുൾ നോളജ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ആൾക്ക് അറിയാം എന്ന് പറയുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. നെക്സ്റ്റ്, ഡോക്ട്രിൻ ഓഫ് ഇൻറ്റോർ മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു റിലാക്സേഷനാണ്. ഈ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിൻ്റെ ഒരു റിലാക്സേഷനാണ്, ഈ കോൺട്രാക്റ്റിലൊക്കെ എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു റിലാക്സേഷനാണ് ഈ ഡോക്ട്രിൻ ഓഫ് ഇൻറ്റോർ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ അത് നമുക്ക് പബ്ലിക്കിന് ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ ഒരു റിലാക്സേഷനാണ് ഇത് ഇൻറ്റോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഡോക്ട്രിൻ ഓഫ് ഇൻറ്റോർ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. According to this doctrine, after satisfying themselves that the proposed transaction is intra vires the memorandum and articles, persons dealing with the company are not bound to inquire whether the internal proceedings were correctly followed. So, കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ആൾ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും അറിഞ്ഞിരിക്കണം അല്ലേ. പക്ഷേ ഇവിടെ ഒരു കൺസിഡറേഷൻ കൊടുക്കുകയാണ്, ഒരു റിലാക്സേഷൻ കൊടുക്കുകയാണ്. കമ്പനിയുടെ ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് റെഗുലറായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാൾ എൻക്വയറി ചെയ്യേണ്ട കാര്യമില്ല. മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസിലും കമ്പനിയുടെ അധികാര പരിധി എത്രയാണെന്ന് അറിയണം. പക്ഷേ കമ്പനി ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസും കമ്പനിയുടെ റെഗുലർ കാര്യങ്ങളും ഇൻറ്റേർണൽ പ്രൊസീഡിങ്സും ഇൻറ്റേർണൽ നടക്കുന്ന മീറ്റിങ്ങുകളും ഇതിനെ പറ്റിയൊന്നും അറിവ് ഉണ്ടാവണമെന്ന് ആർക്കില്ല, ഈ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ആൾക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു റിലാക്സേഷൻ ഉണ്ട്. എവരി ഡീറ്റെയിൽസും കമ്പനീനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ആ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസിലും പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ്, ആ ഒരു റൂൾസിനുള്ളിൽ നിന്നാണ് കമ്പനി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഡെയിലി നടക്കുന്ന കാര്യങ്ങളും ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് ഒന്നും ആരറിയേണ്ടതില്ല, ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഔട്ട്സൈഡർ അറിയേണ്ടതില്ല. ആ ഒരു റിലാക്സേഷനാണ് എന്ത്, ഡോക്ട്രിൻ ഓഫ് ഇൻറ്റോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു അസ്യൂം ദാറ്റ് ദി ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് റിലേറ്റിംഗ് ടു ദി കോൺട്രാക്ട് ആർ റെഗുലർ ആസ് പെർ ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. അപ്പോൾ ഇവർക്ക് അസ്യൂം ചെയ്യാം. എന്താണ് അസ്യൂം ചെയ്യാം? മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും പറഞ്ഞ പ്രകാരം ഇവർ റെഗുലർലി ഇവരുടെ ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് അസ്യൂം ചെയ്യാം. ഇത് ഇവർക്ക് കറക്റ്റായിട്ട് അറിയണമെന്ന് ഒരു നിർബന്ധവും അവിടെ പറയുന്നില്ല. ഇവിടെ എന്ത് മാത്രമാണ് പറയുന്നത്? കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾ കമ്പനിയുടെ മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസും അറിഞ്ഞിരിക്കണം, കമ്പനി പ്രോപ്പറായിട്ടാണ് നടന്നു പോകുന്നതെന്നുള്ള കാര്യം അറിയണം. അതല്ലാണ്ട് റെഗുലർലി നടക്കുന്ന ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് ഒന്നും അറിയണമെന്നില്ല. They need not enquire whether the necessary meetings was convened and held properly or whether necessary resolution was passed properly. കമ്പനിയിൽ നടക്കുന്ന മീറ്റിങ്ങുകളും ആ മീറ്റിങ്ങിൽ എന്തൊക്കെ റെസൊല്യൂഷൻ പാസ്സാക്കി എന്നുള്ള കാര്യങ്ങളൊന്നും ആരറിയേണ്ടതില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഔട്ട്സൈഡേഴ്സ് അറിയേണ്ടതില്ല. ഓക്കെ, ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ദാറ്റ് ദി കമ്പനി ഹാഡ് ഗോൺ ത്രൂ ഓൾ ദീസ് പ്രൊസീഡിങ്സ് ഇൻ എ റെഗുലർ മാനർ. അവിടെ പറയുന്നു ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ദാറ്റ് ദി കമ്പനി, ടു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ടു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അസ്യൂം ചെയ്യാനുള്ള അവകാശമുണ്ട്. കമ്പനിയുടെ റെഗുലർ പ്രൊസീഡിങ്സ്, അതായത് ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് റെഗുലർ മാനറിലാണ് നടക്കുന്നത് എന്ന് അയാൾക്ക് അനുമാനിക്കാം. ഈ ഒരു റിലാക്സേഷനാണ് ദിസ് ഇസ് നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് ഇൻറ്റോർ മാനേജ്മെൻറ്റ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ, എക്സെപ്ഷൻസ് ടു ദി ഡോക്ട്രിൻ ഓഫ് ഇൻറ്റോർ മാനേജ്മെൻറ്റ്.
ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിലും ചില കേസിൽ അത് ആപ്ലിക്കബിൾ ആവില്ല. നമുക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ബെനഫിറ്റ് കിട്ടില്ല എന്ന് പറയുന്നത്? ചില സമയത്ത് ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ബെനഫിറ്റ് ഈ പേഴ്സണ് കിട്ടില്ല. ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കാം? വെർ എ പേഴ്സൺ ഡീലിംഗ് വിത്ത് ദി കമ്പനി ഹാസ് ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് എനി ഇറെഗുലാരിറ്റി ഇൻ ദി ഇൻറ്റേർണൽ പ്രൊസീഡിങ്സ് ഓഫ് ദി കമ്പനി. ഇപ്പോൾ ഒരാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരാൾ, ഔട്ട്സൈഡർ ആയിട്ടുള്ള ആൾക്ക് ആദ്യമേ മുൻകൂട്ടി തന്നെ ഈ കമ്പനിയെ പറ്റിയുള്ളൊരു ധാരണയുണ്ട്. അതായത് കമ്പനി റെഗുലറായിട്ടല്ല നടക്കുന്നത്, കമ്പനീനെ ഇറെഗുലറായിട്ട് നടക്കുന്നൊരു ഇറെഗുലർ ഫങ്ഷനായിട്ട് നടക്കുന്ന ഒരു കമ്പനിയാണ് എന്നൊരു സത്യം അവർക്കറിയാം. എന്നിട്ടും അയാൾ ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് അയാൾക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു റിലാക്സേഷൻ അയാൾക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്ക് കമ്പനി റെഗുലറായിട്ടല്ല നടക്കുന്നത്, പ്രോപ്പർ ഫങ്ഷനിങ് അല്ല എന്നറിഞ്ഞിട്ടും അയാൾ ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഈ ഒരു റിലാക്സേഷൻ കിട്ടില്ല. ഓക്കെ. Where a person did not in fact consult the memorandum and articles of the company or consequently did not act on knowledge of these documents. അതേപോലെ തന്നെ ഇയാൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും വായിച്ചിട്ടില്ല, അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞാലും ഇവിടെ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിൻ്റെ റിലാക്സേഷൻ അവിടെ കിട്ടില്ല. Where a person dealing with the company was negligent and had he not been negligent could have discovered the irregularity by proper enquiries. ഇവിടെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് അറിയണമെന്നില്ല എന്നുള്ള ഒരു ഭാവത്തിനെയാണോ നമ്മൾ നെഗ്ലിജൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളത് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നില്ല, പ്രോപ്പറായിട്ട് നമ്മൾ എൻക്വയറി ഒന്നും ചെയ്തിട്ടില്ല, അത് നമുക്ക് അറിയുമെങ്കിലും നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടില്ല. ആൻഡ് where a person dealing with the company relies upon a forged document or the act done by the company is void. ഇനി കമ്പനിയുമായിട്ട് നമ്മളൊരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഫ്രോഡ് കണ്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറും. അതായത് അതിനൊരു തരത്തിലുള്ള ലീഗൽ സപ്പോർട്ടും അവിടെ കിട്ടില്ല. Where a person enters into a contract with an agent or officer of the company and the act of the agent or officer is beyond the authority granted to him. അതായത് കമ്പനിയുടെ അധികാരം ദുരുപയോഗം ചെയ്ത് ഒരു ഏജൻറ്റ് ഒരു മറ്റൊരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യും. സോ ദീസ് ആർ ദ എക്സെപ്ഷൻസ് ഓഫ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് കുറേ പഠിച്ചു. ഓൾട്രേഷൻ, ആർട്ടിക്കിൾസിൻ്റെ ഓൾട്രേഷൻ നമ്മൾ പഠിച്ചു. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.